49,000 രൂപയ്ക്ക് 14.2/7% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ കാണുക. സാധാരണ പലിശ കാണുന്നുള്ള സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R. I സാധാരണ പലിശ, P നിക്ഷേപത്തുക, N വർഷങ്ങളുടെ എണ്ണം, R പലിശ നിരക്ക്. ഇതിൽ നമുക്ക് വില കൊടുക്കുക. സാധാരണ പലിശ കാണണം, അതായത് I കാണണം, സമം P നിക്ഷേപത്തുക 49,000 ആണ്, 49,000 ഇൻറ്റു N വർഷങ്ങളുടെ എണ്ണം 3 വർഷം ഇൻറ്റു R പലിശ നിരക്ക്. ഇത് 14.2/7%. 14.2/7%. ഇതൊരു ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ എന്ന് മാത്രമല്ല മിശ്ര ഭിന്നാണ്. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതണം. 14 × 7 98 2 കൂട്ടിയാൽ 100/7%. മിശ്ര ഭിന്നത്തെ മാറ്റി 14 × 7 98 2 കൂട്ടി 100/7%. ശതമാനം കാണാൻ 1/100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 100/7% പറഞ്ഞാൽ 100/7 ഇൻറ്റു ശതമാനം കാണാൻ 1/100 കൊണ്ട് ഗുണിക്കുക. 100ഉം 100ഉം വെട്ടിപ്പോയിട്ട് 1/7. അതായത് നമ്മൾ 14.2/7% എന്നുള്ളതിന് പകരം 1/7 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ R എന്ന് പറയുന്നത് 1/7. നമുക്കിതിൽ വെട്ടിച്ചുരുക്കാം. ഈ 7ഉം ഇവിടെ വെട്ടിച്ചുരുക്കുമ്പോൾ 7 7 49, പിന്നെ 3 0, അതായത് 7000. 7000 ഇൻറ്റു 3 21,000 ഇൻറ്റു 1. ഉത്തരം 21,000 രൂപയാണ് സാധാരണ പലിശ. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എത്ര? സാധാരണ പലിശ കാണുന്നുള്ള സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R. I സാധാരണ പലിശ, P നിക്ഷേപത്തുക, N വർഷങ്ങളുടെ എണ്ണം, R പലിശ നിരക്ക്. കാണേണ്ടത് സാധാരണ പലിശയാണ്, I കാണണം, സമം വില കൊടുക്കുക. P നിക്ഷേപത്തുക 50,000 രൂപയാണ്, 50,000 ഇൻറ്റു N വർഷങ്ങളുടെ എണ്ണം. ഇതിൽ വർഷങ്ങളല്ലാതെ എന്നുള്ള ദിവസങ്ങളാണ്. അപ്പോൾ നമ്മൾ ദിവസത്തെ വർഷമാക്കിയിട്ട് എഴുതണം. ദിവസത്തെ വർഷമാക്കാൻ 365 കൊണ്ട് ഹരിക്കുക. അപ്പോൾ N എന്നുള്ളിടത്ത് 73 ഇത് ദിവസമാണ്, വർഷമാക്കാൻ 365 കൊണ്ട് ഹരിച്ചു, ഇൻറ്റു R പലിശ നിരക്ക് നമുക്ക് തന്നിട്ട് 10%, 10/100. ഇതിൽ നമുക്ക് ഈ 50,000 2 0ഉം 100ഉം വെട്ടിക്കളയാം. 73ഉം 365 കൂടി 5 ഇൻറ്റു 73 ആണ് 365. അപ്പോൾ ഇത് വെട്ടി ചുരുക്കിയിട്ട് ഇവിടെ 5 എന്ന് എഴുതാം. ഇനി നമുക്ക് അംശങ്ങൾ ഇവിടെ 500ഉം 10ഉം ഗുണിച്ചാൽ 5000 എന്ന് വരും. 5000/5 ഹരിക്കും. 5000/5 ഹരിച്ചാൽ ഉത്തരം 1000. അതായത് സാധാരണ പലിശ 1000 രൂപ.